നമ്മുടെ ഇടയിൽ ആത്മസ്നാനത്തിനൊക്കെ വളരെ പ്രാധാന്യതയുണ്ടായിരുന്നു. പുതുതായിട്ട് കൺവേർട്ടഡ് ആകുന്ന ആളുകളെ സ്നാനപ്പെടുത്തി, സ്നാനപ്പെട്ട് കഴിഞ്ഞ ആളുകളെ ഇമ്മീഡിയറ്റ്ലി കാത്തിരിപ്പ് യോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് പലർക്കും അതറിയാം. ആ അനുഭവം ഒരുപക്ഷെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ തിരക്കേറിയ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത ശൈലി അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പ്രാപിച്ചിരിക്കേണ്ടതുമായ പല കാര്യങ്ങൾക്ക് വേണ്ട നിലയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനോ ഫോക്കസ് ചെയ്യാനോ കഴിയാതെ നമ്മൾ നമ്മുടെ തിരക്കിൽ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ്. എന്താ, വി ആർ കോട്ട് അപ്പ് ആക്ച്വലി. ഈ തിരക്കിലെല്ലാം നമ്മൾ അങ്ങ് പിടിക്കപ്പെട്ടതുപോലെ ആയിപ്പോയി. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ അറിയാമെങ്കിലും അതിനുവേണ്ടി സമയം വേണ്ട നിലയിൽ നമുക്ക് ചെലവഴിപ്പാൻ കഴിയാത്ത ഒരു അനുഭവം ആയി. അതുകൊണ്ട് എൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് ഞാൻ പറയാം. നിങ്ങളെ എല്ലാവരെയും എനിക്കറിയില്ല, എന്നാലും ഞാൻ പൊതുവിൽ കണ്ട കാര്യങ്ങളുടെ ഒരു റഫ് എസ്റ്റിമേറ്റ്, ഓൾമോസ്റ്റ് 80% of the men in our churches, 80% പുരുഷന്മാർ വേർപെട്ട സഭയിലുള്ളവർ ആത്മസ്നാനമോ ആത്മീകമായിട്ട് കർത്താവ് തരുന്ന വരദാനമാകുന്ന അന്യഭാഷയോ അടയാളമോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ് കണ്ടുവരുന്നത്. എന്നാൽ സഭ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, റൈസ് അപ്പ് ചെയ്യണമെങ്കിൽ, we need to return to the basics. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാൻ 1-ാം അധ്യായത്തിന്റെ 4, 5, 8 വാക്യങ്ങളിൽ വായിച്ചത്. കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൈമാറുന്ന വിലയേറിയ ഒരു വാഗ്ദത്തമാണ് 4-5 വാക്യങ്ങളിൽ. ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് 8-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു വാക്ക് ഞാൻ സൂചിപ്പിക്കാം. 5-ാം വാക്യത്തിൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനിയും ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, കൽപ്പിച്ചു. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇസ് എ കമാൻഡ്മെന്റ് ഓഫ് അവർ ലോർഡ്. അത് ഓപ്ഷണൽ അല്ല. എനിക്കിങ്ങനെ ഇച്ചിരി തിരക്കും ഒക്കെയാണ്, അതുകൊണ്ട് ശരിയാ, ഇതൊക്കെ വചനത്തിലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പക്ഷേ ഇല്ല. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. എന്നാൽ രക്ഷാനിർണയം പ്രാപിച്ച ശിഷ്യത്വത്തിലേക്ക് കർത്താവിന്റെ കൂടെ നടക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കൾ പ്രാപിക്കേണ്ട ഒരനുഭവമാണ് ആത്മസ്നാനം. അപ്പൊ അതിനെ കർത്താവ് ഉപയോഗിക്കുന്നത് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. അതപ്പോ അവർക്ക് മനസ്സിലാകുന്ന ഒരു രീതിയാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവർക്ക് അറിയാം അത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം. വെള്ളത്തിൽ നമുക്കും അറിയാം, നമുക്ക് യോഹന്നാന്റെ സ്നാനം നമ്മൾ കണ്ടിട്ടില്ല, വിശ്വാസ സ്നാനം കണ്ടിട്ടുമുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. രക്ഷിക്കപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇമേഴ്സ് ചെയ്ത് സ്നാനപ്പെടുത്തുക. ബിലീവേഴ്സ് വാട്ടർ ബാപ്റ്റിസം, ബൈ ഇമേർഷൻ. ബാപ്റ്റിസം
ബാപ്റ്റോ, ബാപ്റ്റിസ്മ എന്നൊക്കെയുള്ള വാക്കിന്റെ അർത്ഥം അതാണല്ലോ. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മളെ ടോട്ടലായി ഇമേഴ്സ് ചെയ്യുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അകത്തെ മനുഷ്യനെ പൂർണ്ണമായി ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണത്തിൽ, being enveloped by the Holy Spirit, അങ്ങനെ ആ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് പവർ നമുക്കുണ്ടാകും. ഹോളി സ്പിരിറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മസിൽ വെക്കുന്നതല്ല. ഇന്റേണൽ സ്പിരിച്വൽ പവർ. അതെന്തിനാണ്? എന്റെ സാക്ഷിയാകാനെന്ന് കർത്താവ് പറയുന്നു. ദൈവസഭ ഒരു പവർഫുൾ വിറ്റ്നസ് ആകണമെങ്കിൽ ആത്മസ്നാനത്തിലൂടെ ലഭ്യമാകുന്ന ആത്മശക്തി നമ്മളിൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. യു cannot replace the power of God with any other thing. ടെക്നോളജി നല്ലതാണ്, എഡ്യൂക്കേഷൻ നല്ലതാണ്, റിസോഴ്സസ് എല്ലാം നല്ലതാണ്, ബട്ട് nothing can replace the power of the Holy Spirit. ഇതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ത്രസ്റ്റ്. അവരുടെ മെയിൻ അനുഗ്രഹം, അവര് സുവിശേഷീകരിച്ചത് മുഴുവനും അവരിൽ വ്യാപരിച്ച ആ ദൈവകൃപയും ആത്മശക്തിയാലുമാണ്. മെട്രോ ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെട്ടാൽ, ഇന്ന് നാം ചിന്തിക്കുന്നു, നാം കാണുന്നു, പ്രവർത്തിക്കുന്നതിൽ അപ്പുറമായിട്ടൊരു തലമുണ്ട്. ആ നിലയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. അപ്പോൾ കർത്താവ് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഡോണ്ട് ഗോ. പോസിബിളി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ആവേശമായി കാണും, പോകണമെന്ന്. കർത്താവ് ഇപ്പൊ പോകണ്ട, just tarry in Jerusalem. അപ്പൊ നമ്മുടെ ചോദ്യം, you mean these people are not ready to evangelize? കർത്താവിന്റെ മറുപടി, no. അപ്പോൾ നമ്മൾ ഇവരെ ഒന്ന് വിലയിരുത്തണം. ഈ വിലയിരുത്തുമ്പോഴേ the necessity of the baptism in the Holy Spirit നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇവര് കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്ത ആളുകളാണ്. അതിൽ ഒരാള് നിങ്ങൾക്കറിയാമല്ലോ, ജൂഡസ്. കെട്ടിയാന്ന് ചത്തു, അവൻ പോട്ടെ. ബാക്കി 11 പേരുണ്ട്, ബാക്കി സമർപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു 120 പേരുടെ സംഘമാണ്, ഏകദേശം 120ഓളം പേരാണ് മാളിക മുറിയിൽ കാത്തിരിക്കുന്ന അനുഭവം. അപ്പൊ ഇവര് ഹാൻഡ് പിക്ഡ് ആണ്. ദേ ആർ പേഴ്സണലി ട്രെയിൻഡ് ബൈ അവർ ലോർഡ്. എന്നിട്ടും യു മീൻ ദേ ആർ നോട്ട് റെഡി? ഞാന് ഇവരെ കുറിച്ച് മനസ്സിലാക്കിയത്, ഇവരുടെ ട്രെയിനിങ്ങും ഇവരുടെ മിനിസ്ട്രിയൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സൂചന തരാം. എന്റെ ചിന്തയിൽ ഇവർക്ക് വചനം അറിയാവുന്നവരുമാണ്. അല്ലാതെ ഇവരൊന്നും വചനം അറിയാൻ വയ്യാത്തവരാണ്, പിന്നെ അവര് അങ്ങനൊന്നും അല്ല. ഞാൻ ചില സൂചനകൾ നിങ്ങൾക്ക് തരാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ 12 വരെ അന്ന് ഈരണ്ടീരണ്ടായി മിഷൻ പ്രവർത്തനങ്ങൾക്ക് അയച്ചതാണ്.
അവിടെ നമ്മൾ വായിച്ചാൽ, ഞാനിപ്പോ അങ്ങോട്ട് വായിക്കാനായിട്ട് നിങ്ങളോട് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് പിന്നീട് റെഫർ ചെയ്യാം. എന്റെ ഒരു ചിന്തയിൽ they were pretty successful. കാരണം അവര് മാനസാന്തരമാണ് പ്രസംഗിച്ചത്. അവര് രോഗികളുടെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ സൗഖ്യമായി, ഭൂതമൊക്കെ വിട്ടുപോയി. ഇതിനെക്കാട്ടി കൂടുതൽ എന്താണ് സക്സസ് വേണ്ടത്? അവര് കർത്താവിന്റെ കൂടെ നടക്കുകയും കർത്താവിന്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയും കർത്താവ് പഠിപ്പിച്ച ശ്രേഷ്ഠമേറിയ ദൈവരാജ്യ പാഠങ്ങളൊക്കെ നേരിട്ട് കേട്ട് പഠിച്ചവരാണ്. ഇവരോടാണ് കർത്താവ് പറയുന്നത്, യു ഗൈസ് ആർ നോട്ട് റെഡി. ഇത്രയും കാര്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എന്തായിരുന്നു? ഇനി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജോൺ 20 വരുമ്പോൾ അതിന്റെ 21, 22 വാക്യങ്ങളിൽ ഇവരുടെ മേൽ ഊതി ആത്മാവിനെ കൊടുത്തു. വേദപണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതെല്ലാം കൂടെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഞാൻ എടുക്കുന്നു. That means they had entered into the New Testament salvation experience. കാരണം കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം വിശ്വസിച്ച് അവരുടെ മേൽ ആത്മാവിനെ ഊതി എന്ന് പറഞ്ഞപ്പോൾ, ഏതായാലും ഇന്ന് ആളുകൾ ചെയ്യുന്ന പോലെ ചുമ്മാ ഊതിയതൊന്നുമല്ല. ഊതി, they have the Holy Spirit. 3, ലൂക്കോസിന്റെ സുവിശേഷം 24:45 നിങ്ങൾ വായിച്ചാൽ, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്തിന്? ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങളോട് ചോദിക്കുക, what do you think? Do they know the scriptures? സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് പിന്നെ ഒരു വാക്യം അപ്പോസ്തലപ്രവൃത്തി 1:3 ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ അതേ റൈറ്റർ തന്നെയാണല്ലോ. 1:3 പറയുന്നത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പിന്നെ അവരെ ഉപദേശിക്കുകയാണ്. 40 days before his ascension, Jesus taught them about the kingdom of God. Special class. Praise the Lord. ഞാൻ നേരത്തെ വായിച്ച ലൂക്ക് 24:45 he had opened their mind to understand the scriptures. അതിന് തൊട്ടു മുൻപ് ലൂക്ക് 24:13 മുതൽ 2 ശിഷ്യന്മാർ, അതിൽ ഒരാള് ക്ലിയോപ്പാസ്, ഇവർ രണ്ടുപേരും കൂടെ എമ്മോസിലേക്കുള്ള യാത്രയിൽ ജീസസ് ഓപ്പൺ ദ സ്ക്രിപ്റ്റേഴ്സ് എന്നാ, എന്നിട്ട് തിരുവെഴുത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവരെ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ബുക്സ് മുഴുവനും എമ്മോസിലേക്കുള്ള ഈ 7 മൈൽ യാത്രയിൽ he was taking a Bible study about how the Old Testament in each book and each page was talking about him. Jesus speaking or Jesus interpreting the scriptures about himself. എന്തൊരു ബൈബിൾ സ്റ്റഡിയാണത്! ഇത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാ, not ready. Not ready? What more do you want? യേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവിന്റെ ശിഷ്യന്മാരാകാൻ സമർപ്പിക്കപ്പെട്ട, ദൈവവചനം അറിയാവുന്ന ആളുകൾ നോട്ട് റെഡി. ദൈവവചനം അറിയാമെന്നുള്ളതിന് ഞാനൊരു സാമ്പിൾ തരാം നിങ്ങൾക്ക്. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിന് മുൻപ് 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ മാളികമുറിയിൽ ഇരിക്കുമ്പോൾ അതിന് 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പീറ്ററിന്റെ ഒരു സ്പീച്ച് ഉണ്ട് ബിഫോർ ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ സ്പീച്ചിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, he is proving from the scriptures ജൂഡസ് മരിച്ചുപോയ സ്ഥാനത്തേക്ക് വേറെ ഒരു നേതാവിനെ എടുക്കണമെന്ന് വചന വെളിപ്പാട് പറയുക.
സങ്കീർത്തനമൊക്കെ കൂട്ടി ചെയ്തു. എന്നിട്ട് അപ്പൊ ദൈവത്തിന്റെ വചനത്തിലൂടെ കിട്ടിയ ഒരു ദൈവാലോചനയ്ക്ക് അവര് വിധേയപ്പെട്ട് അതനുസരിച്ചാണ് മത്തയാസിനെ 12ാമനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. They know the scriptures. അപ്പൊ ഇതിനെല്ലാം അപ്പുറത്തൊരു ഡയമെൻഷനുണ്ട്. മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം 24:50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗാരോഹണത്തോടുള്ള ബന്ധത്തിൽ അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടു പിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചെന്ന് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി പോകും. They were a praising people. ആരാധിക്കുന്ന ആളുകളാണ്. അപ്പൊ ആരാധിക്കുന്ന ആളുകൾ, ദൈവവചനത്തിന് ബുദ്ധിയെ കർത്താവ് തുറന്ന് വചനത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ആളുകൾ, മാത്രമല്ല 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 14, 15, 25 ഈ വാക്യങ്ങൾ വായിച്ചാൽ they were a praying people. പരിശുദ്ധാത്മാവിന് വേണ്ടി ഏകദേശം 10 ദിവസം പെർസിസ്റ്റന്റ് പ്രയർ. മത്തയാസിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പും they prayed. അപ്പൊ ഇത്രയൊക്കെ കാര്യം നമുക്കും ഉണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഉപവസിക്കുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്, അല്പസ്വല്പമൊക്കെ വചനമൊക്കെ നമ്മൾ പറയുന്നവരാണ്. പക്ഷെ കർത്താവ് പറയാണ് tarry in Jerusalem. tarry in Jerusalem. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട, നമുക്ക് കിട്ടുന്ന ദൂത്, the necessity of the baptism in the Holy Spirit. അതൊരു കൽപ്പനയാണ്. ചർച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആകണമെങ്കിൽ we got to return to the basics. അല്ലാതെ ഫംഗ്ഷൻ ചെയ്യാമോ? ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, അവരും ഫംഗ്ഷൻ ചെയ്തല്ലോ. പക്ഷെ ആത്മസ്നാനത്തിലൂടെ ആത്മാവിന്റെ ശക്തി അവരിൽ വ്യാപരിച്ചപ്പോൾ യെരുശലേം, the city of Jerusalem was never the same again. ഈ ഒരു ഡിഫറൻസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ആത്മസ്നാനം നമുക്ക് ആവശ്യമാണ്, ആത്മശക്തി നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഗ്രേറ്റ് കമ്മീഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാനൊക്കത്തില്ല. വി ക്യാൻ ട്രൈ. നമ്മൾക്ക് കുറച്ചൊക്കെ, നമ്മളിലൊക്കെ ആത്മാവുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവകൃപയുള്ളവരാണ്, നമ്മുടേതായിട്ടുള്ള നിലയിൽ ആത്മനിറവിന്റെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടോ, ചിലർക്കുണ്ടോ? That's up to you to decide. എന്നാൽ ഇവിടെ പറയുന്ന ആത്മസ്നാനം ലഭിച്ചപ്പോൾ അവരിൽ കണ്ടുവന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ വളരെ ഈസി ആയിട്ട് we'll get the answer. അതിലേക്ക് ദൈവസഭകൾ ഇന്ന് ഒന്ന് മടങ്ങി വന്നാൽ വളരെ ഇഫക്റ്റീവായി സുവിശേഷീകരണം നടക്കും എന്നതാണ് ഈ ചരിത്ര പുസ്തകത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന് തരാനുള്ള. അതിനായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. അവർക്ക് പ്രയർ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ജോയ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ ദീസ് ആർ എവിഡൻസസ് ഓഫ് ദ പവർ ഓഫ് ഗോഡ്. എന്നാൽ there is something beyond. പെർസിസ്റ്റന്റ് ആയിട്ട് അവർ പ്രാർത്ഥിച്ച ആളുകളാണ്, ഡിസ്ട്രാക്റ്റഡ് ആകാതെ. they were waiting upon the Lord. പക്ഷെ അതിനേക്കാളിലൊക്കെ ഒരു കവിയുന്ന എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. കർത്താവ് പറയുന്നത് ഈ ഓർഡിനറി എക്സ്പീരിയൻസിനേക്കാൾ there is something extraordinary.
അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഞാൻ പ്രാരംഭത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ പാസ്റ്റർ എന്ത് കിട്ടും? നമുക്ക് അന്യഭാഷ കിട്ടും. ഇതാണ് പൊതുവെ ഉള്ള വയ്പ്. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. ആത്മസ്നാനത്തിന്റെ പ്രാരംഭ പ്രത്യക്ഷ അടയാളമായി ചിന്തിച്ചോളൂ. പക്ഷെ എന്റെ പോയിന്റ് ഇതാണ്. റൈറ്റ്, യു സ്പീക്ക് ഇൻ ടങ്സ്, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് എ ബ്ലെസ്സിംഗ് ഓഫ് ദ ലോർഡ്. ബട്ട് വേർ ഈസ് ദ പവർ? വ്യക്തിപരമായ ജീവിതത്തിലും ഡിഫീറ്റഡ് ആണ്. സമൂഹം എന്ന നിലയിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പ്രതികൂലങ്ങളെ അതിജീവിച്ച് കർത്താവിന്റെ സാക്ഷിയാകാനും നമ്മൾക്ക് കഴിയുന്നില്ല. പക്ഷെ we are claiming, see, they were speaking in tongues, we are also speaking in tongues, therefore we have the baptism in the Holy Spirit. Hallelujah. Right? ഞാൻ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. They had the power of God. നമുക്കതുണ്ടോ? ഉള്ളവർക്കായി സ്തോത്രം. ആർക്കും ഇല്ലെന്നൊന്നും ഉള്ള ദൂതും അവകാശമൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഉള്ളവർക്കായി സ്തോത്രം. എന്നാൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പവർ നമുക്ക് ലഭിക്കുമെന്ന്. യെസ്, 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് ഈ അനുഭവം ഉണ്ടായപ്പോൾ they spoke in tongues. Praise the Lord. ഈ അനുഭവത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ കൂട്ടരെ, കർത്താവ് ഈ പറയുന്ന കൂട്ടരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ ആത്മസ്നാനത്തിലൂടെ ലഭിക്കുന്ന ഈ എക്സ്ട്രാ ഓർഡിനറി പവറിന് മുൻപ് ഈവൻ അവർ കാത്തിരിക്കുന്ന സമയത്ത് they were a fearful bunch of people. യെരുശലേമിലൊന്നും ഇങ്ങനെ ഒരു കൂട്ടരുണ്ടെന്നൊന്നും അറിയത്തില്ല. കാരണം എല്ലാം പേടിച്ച്, എല്ലാം പൂട്ടിക്കെട്ടിയിരിക്കുക. ഇൻഫാക്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിന്നപ്പം അവർ this is a ghost. They were terrified. ആ സമയത്ത് എല്ലാം പ്രതികൂലമാണ്. യെരുശലേമിൽ ഇറങ്ങി സുവിശേഷീകരണം വല്ലോ അവർ ഭയന്നിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഉള്ള ആളുകളോട് കർത്താവ് പറയുന്നത് receive the Holy Spirit. ഇനി ഇവരെ നിങ്ങളൊന്ന് എടുത്താൽ ഇവരിൽ ആരാണ് ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത്? ആരാണ്? അധികം പേരില്ല. കർത്താവ് പറഞ്ഞോ, നിങ്ങൾ ചെന്നേ, നിങ്ങളെല്ലാം ഓരോ PhD എടുത്താൽ എല്ലാം നടക്കും കേട്ടോ. ജീസസ് just said, you tarry in Jerusalem. ഇതെല്ലാം നെഗറ്റീവാ. മാത്രമല്ല, എന്തൊരു നാണംകേട്. അവരിൽ ഒരാളായ ജൂഡസ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ അവരുടെ ഖജാൻജി, one of the main guys, the treasurer, കെട്ടി ഞാന്ന് ചത്തന്ന് യെരുശലേമിൽ മുഴുവൻ പാട്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സഭയുടെ കൂടെ വല്ലൊരു ചേരുവും? ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സഭയിൽ ആര് ചേരും? ജീസസ് ഇതൊന്നും അല്ല. ജീസസ് you just tarry in Jerusalem. ഈ നെഗറ്റീവ്സിനെ മുഴുവനും മാറ്റി അതിശക്തമായ ഇവാഞ്ചലിസത്തിന് ഈ കൂട്ടരെ ഹോളി സ്പിരിറ്റിലൂടെ ലഭിക്കുന്ന ആത്മശക്തിയാൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല, കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ തന്നെ ഞങ്ങളിൽ വലിയവൻ ആരാ? ഇതാണ് പ്രശ്നം. There was disunity among them. വാസ്തവത്തിൽ ഇവരെയാണോ കർത്താവ് ലോക ഇവാഞ്ചലിസം ഏൽപ്പിച്ചിരിക്കുന്നത്? You mean these guys are going to evangelize the world? And they don't look like that. മുഴുവനും നെഗറ്റീവാണ്. പക്ഷേ അവരെ ദൈവത്തിന് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി ഉപയോഗിക്കാൻ കഴിയും. What is the secret? Wait.
for the Holy Spirit. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. യെരുശലേം, യഹൂദിയ എല്ലായിടത്തും, ശമരിയയിലും, ഭൂമിയുടെ അറ്റത്തോളം you become witnesses of Jesus. സഭയുടെ ദൗത്യം ഇതാണ്. ഇവാഞ്ചലിസം ഇല്ലാത്ത സഭ, they are not fulfilling God's purpose for them. നമ്മൾ ഈ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് മാറിയാണ് PR ലഭിക്കാനുള്ള കാര്യത്തിന്റെ കാർമേഘ പടലത്തെ ഓടിക്കുന്നത്. മനസ്സിലായോ? പ്രധാന കാര്യത്തിൽ നിന്ന് വിട്ടിട്ടാണ് നമുക്കിപ്പം കെട്ടുപൊട്ടിച്ച് എന്താ ഹയർ എഡ്യൂക്കേഷന്റെ വിഷയം. ഇതെല്ലാം നടന്നോളും പ്രിയരെ. വാട്ട്സ് ദ മെയിൻ തിങ്? വൈ ഡു വി എക്സിസ്റ്റ് ആസ് എ ചർച്ച്? ജീസസ് തുടങ്ങി വെച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം ജീസസ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിട്ട് he is continuing to do the work through his spiritual body, the church. Let's wake up. Let's wake up. അന്നൊരു പാട്ടും പാടി ഒരു പ്രാർത്ഥിച്ച് ഒരു മെസ്സേജും കേട്ട് പോകുന്ന അതല്ല. All those things are necessary. That is fine. പക്ഷെ നമ്മളെ ഒരു ബോഡി ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? Jesus, through his spirit, wants to use each one of us. We are all part of a body. കൈയായിരിക്കാം, കാലായിരിക്കാം, കണ്ണായിരിക്കാം, മൂക്കായിരിക്കാം, whatever. ആ ഫംഗ്ഷൻ ആവശ്യമുള്ള ആത്മശക്തിയാണ് അവിടുന്ന് വാഗ്ദത്തം ചെയ്യുന്നത്. വാഗ്ദത്തം എന്ന വാക്ക് തന്നെ മലയാളികള് വേർപെട്ട സമൂഹങ്ങൾ വല്ലാതാക്കി കഴിഞ്ഞു. വാഗ്ദത്തം എന്ന് പറഞ്ഞ ഈ 2023 പുതിയ മോഡൽ വണ്ടി കിട്ടുമെന്ന് എനിക്കൊരു വാഗ്ദത്തമുണ്ട്. സ്റ്റോപ്പ് ഓൾ ദിസ്. ഇതാണോ വാഗ്ദത്തം? എനിക്ക് ഒരു പുതിയ വീട് ഫ്ലോറിഡയിൽ, ഒരു വാഗ്ദത്തമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ കാലത്ത് ഉള്ള ഏതെങ്കിലും കാര്യമാണോ ആത്യന്തികമായി ദൈവത്തിന്റെ ബ്ലെസ്സിങ്? ഐ വിൽ ടെൽ യു, ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ടു us is his son Jesus Christ. അല്ലാതെ കാറും വീടുമ്പോ ഇതൊന്നും അല്ല. സ്തോത്രം. ജീസസിനെ നമുക്ക് ലഭിച്ചത് കൊണ്ട് ആത്മരക്ഷ കിട്ടി. അല്ലെങ്കിൽ we will go to hell. കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ആത്മരക്ഷയുള്ളൂ. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടവരെ ഒരിക്കലും അത് മറന്നു പോകരുത്. We are not going to heaven because we did 21 days fasting or 40-day fasting. Not at all. അതൊക്കെ നീതീകരിക്കപ്പെട്ടവർക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. നീതീകരിക്കപ്പെട്ടത് നമ്മുടെ ആരുടെയും പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല. നമ്മുടെ പ്രവൃത്തിയെല്ലാം ദൈവസനിൽ കറ വരേണ്ട തുണി പോലെയുള്ളൂ. ഞാൻ ഏതാണ്ട് കേമനാന്നും പറഞ്ഞെങ്കിൽ സ്വർഗത്തിൽ ആരും പോകത്തില്ല. സ്വർഗത്തിലെല്ലാം ഒറ്റ വാക്കേ ഉള്ളൂ, ഗ്രേസ്. ഞങ്ങൾ വന്നിരിക്കുന്ന കൃപയാൽ. യോഗ്യനല്ലായിരുന്നു, ക്രിസ്തുവിന്റെ നീതി എനിക്ക് സൗജന്യമായി കണക്കിട്ടു. That's it. Jesus is the greatest gift that God has given us. അത് ഏറ്റെടുത്ത പ്രിയപ്പെട്ടവരെ, ജീസസിന് നമ്മളോട് പറയാനുള്ളത്, there is a blessing. രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളത്തിൽ ആത്മാവുണ്ട്. But we need the baptism in the Holy Spirit, where we are controlled by the Holy Spirit. ആത്മാവിന്റെ ശക്തി നമ്മളെ വ്യാപരിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. നമ്മളെ ഓരോരുത്തരെയും ഒരു ബോഡിയോട്, ഒരു പ്രാദേശിക സഭയോട് ദൈവം ചേർത്തിരിക്കുന്നതിന് പിൻപിൽ ഈ ചർച്ചിലൂടെ ലോക സുവിശേഷീകരണത്തിന് ദൈവത്തിന് നമ്മളെ ഏവരെയും ഉപയോഗിക്കണം. The result of the baptism in the Holy Spirit is the power of the Holy Spirit. Power of the Holy Spirit എന്ന് പറഞ്ഞാൽ the power of God working through surrendered people to evangelize the world.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരിക. ആ വാക്ക് ഇപ്പൊ ലൂക്കോസ് 24:49 ഉയർത്തുന്ന ശക്തി ധരിക്കുവോളം, ക്ലോത്തിങ് എന്ന വാക്ക്. 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ 5:11-16 പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം, ബാപ്റ്റിസം. 8-ാം അധ്യായം 16-ാം വാക്യം 10:44, 11:15 പരിശുദ്ധ അവരുടെ മേൽ വന്നു. അവിടെ ഇംഗ്ലീഷിൽ falling, the spirit falling upon them. അങ്ങനെ വ്യത്യസ്തമാകുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 17-18 വാക്യത്തിലൊക്കെ ആത്മാവിനെ പകരുക, pouring out. 2:4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഫില്ലിംഗ്. വ്യത്യസ്തമാകുന്ന വാക്കുകൾ അവിടെ ഈ പ്രത്യേക അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്നത്തെ കർത്താവിന്റെ സഭ ഈ ഒരു കമാൻഡ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന മഹാനിയോഗത്തെ കർത്താവിന് തൃപ്തികരമായി നമുക്ക് നിവർത്തിക്കാൻ കഴിയുകയുള്ളൂ. സാക്ഷിയാകാന്ന് പറയുമ്പോൾ 2 നിലയിൽ അതിനെ കണ്ടു. ഒന്ന്, എൻ്റെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിലൂടെ ഞാൻ സാക്ഷിയാകുക, അല്ലാതെ സാക്ഷ്യം വിറ്റ്നസ് ചെയ്യുക, കർത്താവിന് സാക്ഷ്യം പറയുന്ന അനുഭവങ്ങൾ. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങൾ. അത് രണ്ടിനും നമുക്ക് ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മ സ്നാനം, കാത്തിരിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ പരിചയങ്ങളുണ്ട് കേട്ടോ. എന്താ നമ്മുടെ പരിചയം? നമ്മുടെ പരിചയം, നമ്മൾ വരിക, എന്നിട്ട് നമ്മൾ അങ്ങ് ഇമോഷണലി ഡ്രമപ്പ് ആകുക. ഇത് വല്ലതും കർത്താവ് പറയുന്നുണ്ടോ? He just said wait. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവചനം ധ്യാനിക്കുന്നു. അങ്ങനെ അതൊരു കാത്തിരിപ്പ് യോഗമായി. അതിന് സ്പെഷ്യലിസ്റ്റിനെ പത്രോസ് വിളിച്ചായിരുന്നോ? പത്രോസെ വല്ലവരെ ഇറക്കണോ? പീറ്റർ ഇപ്പൊ നമ്മൾ പറയുന്നു അന്യഭാഷ ലഭിക്കുമെന്നൊക്കെ. Peter doesn't know what to expect. All he knows is the promise is going to be fulfilled. We will be empowered. നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ. കാരണം നമ്മളെ അങ്ങനെയാണ് പരിചയിച്ചു വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യലിസ്റ്റ് വരും, തമ്പേറടിക്കും, അടിച്ചടിച്ച് പിന്നെ ഫാസ്റ്റിൽ അടിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ എനിക്കൊന്ന് സഹോദരന്മാർ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു സാക്ഷ്യം, ഒരു യുവാവ് മറ്റൊരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതാണ്. He heard the gospel for the first time and he was born again. അവൻ പറയുന്നത്, എന്റെ പരസ്യമായിട്ട് പറയുകയാണ്, കാത്തിരിപ്പിന് എന്റെ തലയെ കൈവച്ചിട്ട് പറയാ, നിർബന്ധിച്ചപ്പോ അവൻ പറഞ്ഞു, എനിക്കല്ലാതെ വീട്ടിൽ പോകാനൊക്കത്തില്ല, നിവൃത്തിയില്ല. സോ ഐ ജസ്റ്റ് സെഡ് സംതിങ്. എന്തിനാ ഈ ട്രിക്കും ടെക്നിക്കും ഒക്കെ? ആരെ ബോധിപ്പിക്കാനാണ്? ഇതിനകത്തെല്ലാം പറ്റിപ്പോകുന്നത് എന്താ? കുടുംബജീവിതം നയിക്കാനുള്ള പവറില്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് വചന അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ എന്നും വഴക്ക, പക്ഷെ അന്യഭാഷ പറയും. What is that? ദൈവസഭയ്ക്കകത്ത് കയറി മുട്ടം ബഹളക്കാരന് എന്ത് കാര്യത്തിനും ഇവൻ പ്രശ്നം ഉണ്ടാക്കും, പക്ഷെ ഭയങ്കര ആരാധന. I don't understand these things. നെയ്ബേഴ്സിന് കിടക്കപ്പുറതിയില്ല, പ്രശ്നക്കാരന്. അത് ഇവിടുത്തെ പശ്ചാത്തലമാകട്ടോ. അവിടെ പിന്നെ നെയ്ബർ ആരാന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. The power of God വ്യാപരിക്കുക എന്നുള്ളത് നമുക്കിങ്ങനെയുള്ള അജണ്ടകളൊക്കെ വെക്കാതെ പ്രാർത്ഥനയിലും ദൈവത്തെ ആരാധിച്ചും വചനധ്യാനത്തിലും, Lord, fulfill this promise upon us that we may be effective
witnesses for you എന്ന പ്രാർത്ഥനയിലേക്ക് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരാം. കർത്താവിന് നമ്മളെ അതിശക്തമായി ഉപയോഗിക്കണം. God works through his church and we are the body of Christ. Let us take this promise very seriously. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇനി 8-ാം വാക്യം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നമുക്കത് രണ്ടായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് അതിനകത്തെ അദൂതൊന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ആത്മാവ് എൻ്റെ മേൽ വന്നാൽ ഐ റിസീവ് പവർ. 2, യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകും. ആദ്യത്തെ ഡിവിഷനിൽ പവർ, രണ്ടാമത്തേത് സാക്ഷിയാകുക അല്ലെങ്കിൽ മിഷൻസ്. There is no mission without power. ദൈവം അങ്ങനെ വിഭാവന ചെയ്തിട്ടില്ല. ഇഫക്റ്റീവ് മിഷന് പവർ ഓഫ് ഗോഡ്. അത് രണ്ടും കൂടെ ആ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇഫക്റ്റീവ് മിഷൻസിന് we need the power of God. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ശക്തി എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ഈ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് പറയാം. ദുനാമിസ് എന്നൊരു പദപ്രയോഗമാണ്. അതിൽ നിന്നാണല്ലോ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഡൈനമൈറ്റ് എന്നുള്ള വാക്ക്. ഡൈനമൈറ്റിന് we know what dynamite is. എന്തെങ്കിലും കാര്യങ്ങൾ പൊട്ടിക്കണമെങ്കിൽ ഡൈനമൈറ്റ് കുറ്റികൾ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ഹോൾഡുകളെ തകർക്കുന്ന ശക്തിയല്ലേ ഡൈനമൈറ്റിന്. ഇതുപോലെ ആത്മീകമായ എക്സ്പ്ലോസീവ് പവറാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ആളുകളൊക്കെ ഈ ഡിപ്രഷൻ ഭയങ്കര സ്ട്രെസ്സാ പാസ്റ്ററെ. പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുക, ആ കെട്ടുമുഴം പൊട്ടുവന്നി. എക്സ്പ്ലോസീവ് പവർ ഇൻവേർഡ്ലി, ആത്മീക ശക്തി. ഇതാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാംസ്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻസ്, മണി, ഇതൊക്കെയാണ് പ്രധാന ഇവാഞ്ചലൈസ് ചെയ്യാൻ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതിരിക്കാൻ തിയോളജിക്കൽ സ്റ്റഡീസ് അനിവാര്യമാണ്. We must know what we ought to preach. സ്ക്രിപ്റ്റേഴ്സ് ശരിക്ക് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനൊരു ബേസിക് ട്രെയിനിങ് ആവശ്യമാണ്. ബട്ട് അതുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. നമ്മൾ പ്രോഗ്രാംസ്, പിന്നെ സ്ട്രാറ്റജീസ്, യു ഡു ദിസ് ആൻഡ് റിസൾട്ട് ഇസ് ദാറ്റ്. ഇതുകൊണ്ടൊന്നും ഇഫക്റ്റീവായിട്ട് നടക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. അത് ഓപ്ഷണൽ അല്ല, അതൊരു കമാൻഡ്മെന്റ് ആണ്. അതെന്തിനാണ്? ടു ഫുൾഫിൽ മിഷൻസ്, ടു ഗോ ഫോർ മിഷൻസ്. അവിടെ ഞാൻ അല്പം ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം. വൈ ഈസ് ദിസ് പവർ നീഡഡ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളമാണ് സാക്ഷിയാകേണ്ടത്. സാക്ഷി എന്ന വാക്ക് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയും, യെരുശലേമിൽ പോകാൻ പവർ വേണം. ഇപ്പൊ യെരുശലേം സഭ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ഔദ്യോഗികമായി ആ ചർച്ച് എന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ 120 പേരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ, ദാറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദ ചർച്ച്. യെരുശലേമിൽ പോകാൻ എന്തിനാണ് പവർ? യെരുശലേമിലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. അവിടെ യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ നാമത്തിൽ പാപമോചനമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക
എന്ന് വിളിച്ചു പറയണമെങ്കിൽ ആന്തരിക ബലം വേണം. പ്രതികൂലത്തെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കണം. യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും എന്തിനാണ് പവർ? യഹൂദ്യയിൽ ജീസസിന്റെ മിനിസ്ട്രി റിജക്റ്റ് ചെയ്താണ്. അവിടെ സുവിശേഷീകരണം നടക്കണമെങ്കിൽ സ്വന്തം ബലത്തിൽ കാര്യം നടക്കത്തില്ല. They need the power of God. ശമരിയയിൽ അവര് നിങ്ങൾക്കറിയാമല്ലോ, പ്യുവർ ജ്യൂസ് അല്ല, ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി. കുഴഞ്ഞവരാണ് അവർ ആത്മീയമായി. അവിടെ സുവിശേഷീകരിക്കണമെങ്കിൽ they need the power of God. എന്നിട്ട് to the remotest parts of the earth. എന്താ അതിന്റെ അർത്ഥം? സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് കടന്നുപോയി ജീസസ് ക്രൈസ്റ്റിനെ ഉയർത്തണമെങ്കിൽ, സാൽവേഷന്റെ മാർഗം പറയണമെങ്കിൽ we need the power of God. ജാതികളുടെ അടുക്കൽ പോയി ഇതൊന്നും കേട്ടിട്ടില്ലാത്ത ആളുകളുടെ അടുക്കൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പോയി എതിർപ്പുള്ള സാഹചര്യങ്ങളിൽ പറയണമെങ്കിൽ the church must return to Holy Spirit baptism. അതിന് കാത്തിരിപ്പ് യോഗങ്ങളായി മാറട്ടെ നമ്മുടെ യോഗം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്, ഇന്ന് ദൈവസഭകളിൽ രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും യൗവന തലമുറ. എല്ലാ പാസ്റ്റർമാരും സിൻസിയറായിട്ട് അതൊന്ന് വിലയിരുത്തിയാൽ, ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ വളരെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. യൗവനക്കാര് അവരെ വേണേ നമുക്ക് രക്ഷിക്കപ്പെടുത്താം. അതെങ്ങനെ? എല്ലാവരും എഴുന്നേറ്റ് നേടാ, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ നേരിട്ട് പറഞ്ഞ് ഇന്ന് മുതൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടു കേട്ടോ. അടുത്ത ഞായറാഴ്ച നമുക്ക് സ്നാനമുണ്ട്, നിങ്ങളെല്ലാം സ്നാനപ്പെടണം. ഇങ്ങനെ സ്നാനപ്പെടുത്തുന്ന ഒരു രീതി പലയിടത്തുമുണ്ട്. ഇവര് രക്ഷിക്കപ്പെട്ടവരുമല്ല, ഇവര് മാനസാന്തരപ്പെട്ടവരുമല്ല, ഇവരൊന്നുമല്ല. ഇങ്ങനെ കുറെ ആളുകളാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നത് this baptism in the Holy Spirit and the power and all അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഈ അനുഭവം ഉണ്ടെന്ന് പറയുന്ന ഈ ചാടുന്ന പുള്ളികളുടെ ഒക്കെ യഥാർത്ഥ ജീവിതം ഇവർക്കറിയാം. ചാക്കോച്ചാനൊന്നു പിന്നെ നമുക്കറിയാം. ഇന്നും തകർത്തു, ഇന്ന് ചാക്കോച്ചാൻ ഭയങ്കര തകർത്ത എനിക്കറിയാം. അവര് ചിന്തിക്കുന്നത് ഇതെല്ലാം this is all emotional stuff. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം നിങ്ങളോട്, പ്രത്യേകിച്ച് യൗവനക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് build you up in this and to encourage you. എൻ്റെ സ്വഭാവം, ഞാൻ ബേസിക്കലി ചെറുപ്പം മുതലേ ഞാൻ വളരെ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുന്ന ആളാണ്. എന്നോട് ഇപ്പൊ ഒരാൾ വന്ന് ഭയങ്കര അനുഭവമാണ്, ഇങ്ങനെ സ്വർഗത്തിൽ പോയിച്ച് ഇപ്പൊ ഞാൻ വന്നെന്നൊക്കെ പറഞ്ഞ ഓക്കെ ദാറ്റ്സ് ഗുഡ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. I cannot take it, I need to really understand. എനിക്കത് എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കാതെ ഞാനിങ്ങനെ അനുഭൂതികളൊന്നും വന്നാൽ പെട്ടെന്ന് അതിനകത്ത് വിശ്വസിക്കാത്ത ഒരാളാണ്. ചെറുപ്പം മുതലേ അങ്ങനെ. എനിക്ക് ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിലൂടെ മനസ്സിലായി ആത്മസ്നാനം. എനിക്ക് കുഞ്ഞുങ്ങളോട്, എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് എല്ലാം പറയാനുള്ളത്, ദിസ് ഈസ് റിയൽ. ആത്മസ്നാനമുണ്ട്. ആത്മസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയും. The Spirit will make Jesus Christ real to you. 24 മണിക്കൂറും presence of God അനുഭവിച്ചു നടക്കാൻ കഴിയും.
ഞാൻ എൻ്റെ ആ കാര്യം പറയാൻ കാര്യം, ഞാൻ മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് ടേക്ക് ഇറ്റ്. ഓക്കെ, ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പോകത്തൊന്നുമില്ല. മേ ബി they have some experience, I don't know. ഞാൻ ദൈവമക്കളെ കാത്തിരുന്നു. കർത്താവ് എന്നെ ഉണർത്തിയ കാലഘട്ടത്തിൽ I sought the Holy Spirit baptism sincerely. ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത്? കാരണം എൻ്റെ കൂടെ കാത്തിരിക്കുന്ന പലർക്കും ആത്മസ്നാനം കിട്ടും, എനിക്കൊരു അനുഭവം. പക്ഷേ കർത്താവ് എളിയവനായി എനിക്ക് കൃപ തന്നു, ഇത് ഡിസ്കാർഡ് ചെയ്ത് പോകാതെ somehow എൻ്റെ ഉള്ളത് I believe the Bible, ഇത് സത്യമാണ്. But I need to, ഞാൻ അവരെ കോപ്പി ചെയ്യത്തില്ല, ഇവരെ ഇമിറ്റേറ്റ് ചെയ്യത്തില്ല. No, I want the real. എന്നെ കർത്താവ് സന്ദർശിക്കണം. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥമായി പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും അനുഭവങ്ങളെ കണ്ട് ടേൺ ഓഫ് ആയി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞത് നിമിത്തം നിങ്ങൾക്ക് you may be thinking, no, that's not real. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. The Bible is true. The word of God is true. അവിടുത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അതിനു വേണ്ടി നാം കാത്തിരുന്നാൽ the Lord will not disappoint you. He will send the mighty Holy Spirit on you. യെരുശലേമിലും യഹൂദിയ എല്ലായിടത്തും ശമരിയയിലും നോക്കിയേ, എക്സ്പാൻഡ് ചെയ്യുക. യെരുശലേമിൽ കൊണ്ട് നിൽക്കുകയല്ല, അടുത്ത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാതെ, നിങ്ങൾ മെട്രോ സിറ്റി, ഐ ഡോണ്ട് നോ വേർ യു ആർ, മേ ബി യു ആർ ഇൻ ഡാലസ് ഓർ സംതിങ്, അടുത്തടുത്ത് ടു ദ റിമോട്ടസ്റ്റ് പാർട്സ്. ഒന്ന് ചിന്തിച്ച്, യു മീൻ മെട്രോ ചർച്ച് ക്യാൻ ഫങ്ഷൻ ദാറ്റ് വേ? That's exactly what I'm saying. നമ്മുടെ ഈ സ്ട്രാറ്റജികളൊക്കെ 100 വർഷത്തെ സ്ട്രാറ്റജി ഒക്കെ കൊണ്ട് ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിലെ ഒരു 10 പേര് 15 പേരെ ആത്മാവൊന്ന് കരങ്ങളിൽ എടുത്താൽ അമേരിക്ക തിരിച്ചറിയും, ഡാളസ് സിറ്റി തിരിച്ചറിയും. ഈ പേടിത്തൊണ്ടന്മാരായിരുന്ന ഇവരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ ജെറുസലേം കിടിലം കൊണ്ടു. റിലീജിയസ് ശക്തികൾ, പൊളിറ്റിക്കൽ ശക്തികൾക്ക് അവരിൽ വ്യാപരിച്ച ദൈവകൃപയെ റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ എം നോട്ട് സെയിങ് that there will not be any persecution. There will be persecution, but they could not resist these powerful people. അതിനാണ് പവർ. പെർസിക്യൂഷൻസിനെയും റെസിസ്റ്റൻസിനെയും ശത്രു മുന്നിൽ വെക്കുന്ന തടസ്സങ്ങളെയും അതിജീവിക്കുന്ന ആന്തരിക ബലം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. What does that mean? Witnesses. അതൊരു കോടതി ഭാഷയായിട്ട് ചിന്തിക്കുക. വിറ്റ്നസ് സ്റ്റാൻഡിൽ നമ്മൾ വന്ന് നിൽക്കുക. അപ്പൊ നമ്മളോട് ന്യായാധിപൻ ചോദിക്കുക. ന്യായാധിപൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായമല്ല, ഐ തിങ്ക് ലൈക്ക് ദാറ്റ്, മേ ബി, there is no maybe and I think. What did you see? What did you hear? What did you touch? And കണ്ടതും കേട്ടതുമാണ് പ്രസ്താവിക്കേണ്ടത്, അല്ലേ? ആ നിലയിൽ ഒന്ന് ചിന്തിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അനുഭവിച്ചത് ദൈവ വചന അടിസ്ഥാനത്തിൽ proclaiming it. ഓ, ഞാനൊരു പാപിയായിരുന്നു. I was an evil person.
But I am now a child of the Most High God. He has filled me with His Holy Spirit. ഇത് ചെന്ന ജോലി സ്ഥലമൊക്കെയാണ് നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ഫീൽഡ്. അയ്യോ, അവിടെ പറഞ്ഞാൽ നമ്മുടെ ജോലി തെറിക്കും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പോവും, ആ പേടിയൊക്കെ പോവും. ജോലി തെറിക്കുന്നേ തെറിക്കട്ടെ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ വല്ലോ അങ്ങനെ വല്ലോ പേഷ്യൻസിനോ വല്ലോ ഡോക്ടർമാരോട് പറഞ്ഞ they'll think that you are crazy. അവരുടെ കാര്യം അവർ ചിന്തിക്കട്ടെ. നമ്മളെ വിളിച്ചിരിക്കുന്ന പണി ആത്മാവിന്റെ നിറവിൽ നമ്മൾ ചെയ്യുക. Praise the Lord. Witness is somebody who tells what he is seen and heard. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 19-20 വാക്യം, ചില ഉദാഹരണങ്ങൾ. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. എതിരാളികളോട് പറയുകയാണ്, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അടിച്ചമർത്താൻ നോക്കിയതാ, മിണ്ടിപ്പോകരുതെന്ന്. അവർ പറയുന്നത് that's up to you. പക്ഷെ ഞങ്ങൾ കണ്ടും കേട്ടതും, we gotta say that is power. That is power. അത് മാനുഷികമല്ല. 22-ാം അധ്യായം, 22 അല്ല, അനന്യാസ് ശൗലിനോട് പറയുന്നതാണ്. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടമറിയുവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. 22-ന്റെ 14-15 വാക്യം. അവിടെയെല്ലാം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന അതാണ്, കാണുകയും കേൾക്കുകയും. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ നോക്കിയ എന്താണ്? 2 പത്രോസ് 1:16, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ, ബാക്കി നിങ്ങൾ പറയണം, മഹിമ കണ്ട സാക്ഷികളാണ്. Oh, we have seen something, brother. We have experienced it. ഞാൻ അല്പസമയം മുമ്പ് നിങ്ങളോട് പറഞ്ഞു, I'm a very critical person. I analyze things. പക്ഷെ beyond a shadow of doubt, എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. How the Lord filled me with His Holy Spirit. Praise the Lord. ഞാൻ ചില സമയത്ത് ഈ ചില പ്രതികൂല ഏരിയകൾ കൺവെൻഷന് പോയി പ്രസംഗിച്ച്, ആ സമയത്ത് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് അടിവരയിട്ട ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു. കൺവെൻഷൻ കഴിയുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ തന്നെയാണോ ഇത് പറഞ്ഞത്? What was I saying? തറപ്പിച്ച് ഉറപ്പിച്ച് കണ്ണിച്ചങ്ങ് പറയുക. ആ സമയത്ത് I don't know, നമുക്ക് we have to say it, we will say it, that അതൊരു അമാനുഷികമാണ്. നമ്മൾ പ്രതികൂലത്തെയും കാര്യങ്ങളുടെ അവന്മാരെല്ലാം വല്ലതും ചെയ്യുമ്പോടാ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ we just can't say. Praise the Lord. പരിശുദ്ധാത്മ സ്നാനം റിയലാണ് പ്രിയരെ. ആത്മശക്തി റിയലാണ്. It gives us boldness to preach the gospel. അപ്പൊ നിങ്ങൾ ചോദിക്കുക, പാസ്റ്റർ, that means you got it all? No, I am still waiting. There is something more. There is something more. Praise the Lord. ഈ പ്രസംഗമല്ലല്ലോ, കർത്താവിന്റെ വചനത്തെ. You see, സുവിശേഷം നമ്മൾ ശവടക്കമാണോ, സൺഡേ സ്കൂൾ ആണോ, കല്യാണമാണോ, മറ്റു കാര്യമല്ല. Preach Christ. ഫെലോഷിപ്പ് മീറ്റിംഗ് ആണോ, കോൺഗ്രിഗേഷൻ മീറ്റിംഗ്, കോട്ടേജ് മീറ്റിംഗ്,
സൺഡേ മീറ്റിംഗ്, യു നെയിം ഇറ്റ്, പ്രീച്ച് ക്രൈസ്റ്റ്. അതിനാണ് ആത്മശക്തി. നാം കണ്ടതും കേട്ടതും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് ആളുകൾ നമ്മളെ ഒതുക്കാനൊക്കെ നോക്കും. ഇന്ന് രാവിലെ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു. ഒരു കുടുംബം അവിടെ വലിയ പ്രശ്നമാണ്. അപ്പൊ ഇദ്ദേഹത്തെ ആദ്യം പൈസ കൊടുത്ത് വാങ്ങാൻ നോക്കി, അത് പറ്റിയില്ല. പിന്നെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. എങ്ങനെയാണ് ഒരു ഞായറാഴ്ച എഴുന്നേറ്റ് പ്രസംഗിക്കുന്നത്? ഓ, വി നീഡ് ദ പവർ ഓഫ് ഗോഡ്. പ്രത്യേകിച്ച് വളരുന്ന ഒരു സഭയിലെ ഒരു 101 പ്രശ്നങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ പ്രീച്ച് ചെയ്യുന്നത്? പലപ്പോഴും ഒരു പാസ്റ്ററെ ആളുകൾക്ക് അറിയില്ല. He is well dressed, he will come and with a smiling face, he will deliver a 3-point sermon and you will think everything is okay with the man of God. Not at all. Not at all. ഒരു പാസ്റ്ററൊക്കെ അറിയത്തുള്ളൂ. തീച്ചൂളയിലൂടെ ആയിരിക്കും പല ദൈവദാസന്മാർ കടന്നു പോകുന്നത്. അവരുടെ വ്യക്തിപരമായ കുടുംബത്തിലെ കാര്യങ്ങളുണ്ട്, അവരുടെ സാമ്പത്തിക കാര്യങ്ങളുണ്ട്, ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്. പിന്നെ സഭയില് നമുക്കിപ്പോ ഒരു 100 കുടുംബം വരികയാണെന്നിരിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചോളം അവിടെ വരിക, പാട്ട് പാടുക, പോവുക എന്നുള്ളത്. ഈ മനുഷ്യൻ 100 പേരുടെ പൾസലുണ്ട്. അതിൽ ഒരെണ്ണം ഇടറിയാ മതി, അസ്വസ്ഥനാവും. He will lose his sleep. ബൈബിൾ ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇരിക്കുക, പ്രിപ്പയർ ചെയ്യാൻ സെർമൺ. ഇങ്ങനെ ബൈബിൾ അങ്ങോട്ട് ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ കുഞ്ഞോനച്ചാന്റെ കാര്യം വരും. പുള്ളി സഭായോഗത്തിനും പ്രശ്നം ഉണ്ടാക്കും. പുള്ളി കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് ത്രട്ടൺ ചെയ്ത് നമ്മൾ പെട്ടെന്ന് അത് പിന്നെ പ്രാർത്ഥിച്ച് അതെല്ലാം മാറ്റും. പിന്നെ നമ്മൾ ഇരിക്കും. ഇത് ഞാൻ പച്ചയ്ക്ക് പാസ്റ്റർമാരുടെ കാര്യം പറയുകയാണ്. How is he going to preach on a Sunday? അതും ദൈവജനത്തോട് ദൈവം പകർന്ന ദൂത് പറയണമെങ്കിൽ ഇതിനെ എല്ലാം അതിജീവിച്ച് ഈ കുഞ്ഞുമനച്ച മുന്നേ ഇരിക്കുമ്പോൾ കണ്ണി നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. How is that possible? The only answer is the power of God. അല്ലേല് കുഞ്ഞുമനച്ചാന്റെ ഉരുട്ടുന്ന കണ്ണും ദാനിയേൽ ചാന്റെ ഉരുട്ടിയ കണ്ണും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ അവിടെ ഇരിക്കും, നമ്മൾ വിറച്ചു പോകും. അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. ആ പ്രസംഗം പ്രസംഗിക്കുമ്പോഴായിരിക്കും ആദ്യമായിട്ട് കടന്നു വന്ന ഒരാള് അവിടെ വിടുതൽ പ്രാപിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യം, കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന അപ്പോസ്തലനായ യോഹന്നാന്റെ വാക്കുകൾ വിറ്റ്നസ് എന്നുള്ള കാര്യമാണ് കേട്ടോ. കണ്ടതും കേട്ടതും കർത്താവിനോടുള്ള ബന്ധത്തിലാണേ, അല്ലാതെ കണ്ടതും കേട്ടതെന്ന് പറഞ്ഞാൽ മനോരമയിലെ കാര്യം പറയുന്നതല്ല. എക്സ്പീരിയൻസ്, ജീസസിനെ എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. അല്ലെ, കണ്ടതും നോക്കിയതും തമ്മിൽ എന്തുവാ യോഹന്നാനെ വ്യത്യാസം? കണ്ടതും നോക്കിയതും ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. കണ്ടതൊരു ഗ്ലാൻസാ, നോക്കിയതോ steadfastly gazed, തുറിച്ചു നോക്കി, ശ്രദ്ധിച്ചു നോക്കിയത്. കണ്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഓ ഹല്ലേലൂയ. ബീയിങ് വിറ്റ്നസസ്. ആ വിറ്റ്നസ് എന്ന വാക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാതിരിക്കും. അതിന്റെ മൂലഭാഷയിൽ നിന്നാണ് മാർട്ടിയർ എന്ന പദപ്രയോഗം ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്. യേശുവിന്റെ വിറ്റ്നസ് ആകുന്നത് ഈവൻ ടു ദ പോയിന്റ് ഓഫ് ബീയിങ് കിൽഡ് ഫോർ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന് പവർ വേണം സഹോദരങ്ങളെ. ദാറ്റ് കൈൻഡ് ഓഫ് പവർ ആണ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. കൈയടിക്കാൻ, ചില സ്പീഡിൽ അടിക്കാൻ ഒരു പവർ ഉണ്ട്. ഓ പ്രൈസ് ദി ലോർഡ് ഫോർ ദാറ്റ്. പക്ഷേ ഇതെന്ന് പറയുന്നത് this is the power of the Holy Spirit that is being promised. എനിക്ക് തോന്നുന്നു എൻ്റെ ടൈം ഏകദേശം ആയി എന്ന് തോന്നുന്നു. I think it's over, I think, അല്ലേ? അതുകൊണ്ട് I will stop here.
എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചത്? Acts 1, 4 and 5. The commandment to be baptized in the Holy Spirit. എന്ത് കിട്ടും? 8ാം വാക്യത്തിൽ the power of the Holy Spirit. അതെന്തിനാണ്? യേശുവിന്റെ സാക്ഷിയാകാൻ. ചർച്ചായിട്ട് നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ആർക്കും തരാൻ ഒക്കത്തില്ല. ഏത് വിദഗ്ധനെ ഇറക്കിയാലും പിന്നെ അവര് തരുന്ന പോലൊക്കെ ആക്കും. No one can give. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞ വാക്കുകൾ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തിയുള്ളവൻ. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ ഹോളി സ്പിരിറ്റിനാൽ ബാപ്റ്റൈസ് ചെയ്തു. ജീസസ് ഈസ് ദ ബാപ്റ്റൈസർ. ആൻഡ് ഇഫ് യു ആർ എ ബോൺ അഗൈൻ ചൈൽഡ് ഓഫ് ഗോഡ്, ഈ പ്രോമിസ് വെച്ച് ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. കോർപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ യു ക്യാൻ പ്രേ ഈവൻ അലോൺ ഇൻ യുവർ റൂം പേഴ്സണലി. പറഞ്ഞ വാഗ്ദത്തം, I want to be an effective witness for you. That is the purpose. അല്ലാതെ പരിശുദ്ധാത്മ സ്നാനം അഭിഷേകം കിട്ടിയിട്ട് ഞാൻ എന്തുവാ ഏതാണ്ട് എന്റെ അഡ്രസ്സ് വലുതാകുക, ഞാൻ ഏതാണ്ട് വലിയ സംഭവമാകുക, ഞാനേ അല്ല. ഈ ഞാൻ മരിക്കുന്നതാണ് ശരിക്കും ആത്മശക്തിയാൽ നടക്കേണ്ടത്. ജീസസ് ആണ് വെളിപ്പെടേണ്ടത് നമ്മുടെ വാക്കുകളിലും മിനിസ്ട്രിയിലും. God bless you with these words.